രണ്ട് ആഘോഷങ്ങളാണ് ഒരു വിശ്വാസിക്ക് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മളതിനെ പെരുന്നാൾ എന്ന് പറയും. പെരുന്നാൾ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ള ദിവസമാണ്. അനുവദനീയമായ രീതിയിൽ സന്തോഷങ്ങൾ കരസ്ഥമാക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക എന്നതാണ് പെരുന്നാളിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പെരുന്നാളിൽ നോമ്പ് നിഷിദ്ധമാക്കിയത്. ഒരാൾ പെരുന്നാളിൽ നോമ്പനുഷ്ഠിച്ചാൽ അത് പാപമായി രേഖപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ബന്ധങ്ങൾ പുതുക്കുക, സ്നേഹവും ഐക്യവും വളർത്തുക, സമാധാനവും നിർഭയത്വവും വർദ്ധിപ്പിക്കുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, ഇതൊക്കെ പെരുന്നാളിൽ ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയാണ്. ബലിപെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ബലികർമ്മങ്ങളിലേക്ക് പോവുക എന്നതാണ് സുന്നത്തായ കർമ്മമെന്ന് പറയുന്നത്. അതിനുശേഷം കുടുംബ ബന്ധങ്ങൾ ചേർക്കുക വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുകയോ ബന്ധുക്കളെ സന്ദർശിക്കുകയോ ചെയ്യൽ ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയാണ്. പെരുന്നാൾ അതിൻ്റെ ഒരു നിമിത്തമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനെ പെരുന്നാളിനെ ബന്ധങ്ങൾ പുതുക്കാനും സ്നേഹവും ഐക്യവും തമ്മിൽ പകർന്നു നൽകാനും അതുപോലെ ദരിദ്രരായ മനുഷ്യരെ കൂടുതൽ ചേർത്ത് നിർത്താനുമാണ് എല്ലാ ആഘോഷങ്ങളും. ഇസ്ലാം നമ്മോട് എല്ലാ ആഘോഷങ്ങളിലും ഉദ്ഘോഷിക്കുന്നു. ബലിപെരുന്നാളിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സ്മരണകളാണ് ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പരാമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആരായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പഠിക്കുകയും ആ ഇബ്രാഹിമി ചര്യകളെ മില്ലത്തിനെ പിൻപറ്റുകയും ചെയ്യുക എന്നതാണ് ലോകാവസാനം വരെയുള്ള വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയമായ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പൊരുൾ എന്ന് പറയുന്നത്, അതിൻ്റെ കാമ്പ് എന്ന് പറയുന്നത് മില്ലത്ത് ഇബ്രാഹിമാണ്. മില്ലത്ത് ഇബ്രാഹിമിനെ പ്രതിനിധീകരിക്കാതെ ഒരിക്കലും നമുക്ക് ഈ ആഘോഷം ഓർക്കുവാനോ ആഘോഷിക്കുവാനോ മുന്നോട്ട് കൊണ്ടുപോകുവാനോ സാധ്യമല്ല. എന്താണ് മില്ലത്ത് ഇബ്രാഹിമിൻ്റെ സന്ദേശമെന്ന് പറയുന്നത്? ഒന്നാമത്തത് അറ്റമില്ലാത്ത സമർപ്പണമാണ്. സമർപ്പണത്തിനൊരു പരിധി നിശ്ചയിക്കാൻ നമുക്ക് കഴിയാത്ത സമർപ്പണമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആ സമർപ്പണത്തെ ലോകം ഇന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയും സ്മരിച്ചുകൊണ്ടിരിക്കുകയും അതിനെ കൂടുതൽ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഹജ്ജും അതിനോടനുബന്ധിച്ച പെരുന്നാളും എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമി സമർപ്പണമാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇബ്രാഹിമി സമർപ്പണം ഇന്ന് ലോകത്ത് വിശ്വാസികൾ എല്ലാ ആളുകളും തങ്ങളുടെ ആദർശത്തിനു വേണ്ടി നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. ഫലസ്തീനിലെ ഗസയിൽ എല്ലാം തകർന്ന് തരിപ്പണമായ തൻ്റെ പ്രദേശത്തേക്ക് വൃദ്ധയായ വയോധികയായ ഒരു ഉമ്മ വന്നു ചേരുകയാണ്. അവർ തൻ്റെ വീടിങ്ങനെ തെരഞ്ഞു നോക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. പക്ഷെ വീട് കാണുന്നില്ല. വീടിൻ്റെ അടയാളമായ ഒരു കെട്ടിടവും കാണുന്നില്ല. അയൽവാസികളുടെ വീടുകൾ പരിശോധിക്കുമ്പോൾ ആ വീടുകളും കാണുന്നില്ല. എല്ലാം തകർന്ന് തരിപ്പണമായ കെട്ടിടങ്ങളുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആ ഉമ്മ പറയുന്നുണ്ട്, മന്ദല്ലദി യഖ്രിദുല്ലാഹ ഖർളൻ ഹസന. നാളെ പടച്ച റബ്ബ് എല്ലാ വിശ്വാസികളോടും ചോദിക്കും, അള്ളാഹുവിന് ആരാണ് നല്ല കടം നൽകിയത്? നല്ല കടം നൽകിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും, ഞാൻ പറയും, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. എൻ്റെ വീട്, എൻ്റെ അയൽവാസികളുടെ വീട്, എൻ്റെ 4 മക്കള്, എൻ്റെ പേരക്കുട്ടികൾ എല്ലാം അള്ളാഹുവിന് നൽകിയതാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയും എന്ന് വയോധികയായ ആ സ്ത്രീ ലോകം മുഴുവൻ ഘോഷിച്ച് നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ
ഏറ്റവും വലിയ സമർപ്പണത്തിന്റെ ഉദാഹരണങ്ങൾ ഇന്നും നമ്മുടെ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത് നമുക്ക് വലിയൊരു പരീക്ഷണമാണ്, വെല്ലുവിളിയാണ്, നമ്മുടെ സമർപ്പണത്തെ കൂടുതൽ ആവശ്യപ്പെടുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരിമാരെ, സ്വന്തം മകനെ ബലിയറുക്കണമെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് കൽപ്പനയുണ്ടായപ്പോൾ അത് ഒരു സങ്കോചവും കൂടാതെ നിർവഹിച്ചു. യഥാർത്ഥത്തിൽ നരബലിക്കെതിരെയുള്ള പ്രതിരോധമാണ് മൃഗബലി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നരബലി നടത്തുന്ന ലോകത്ത് നിരപരാധികളെ കൊല ചെയ്യുന്ന നാട്ടിൽ ആളുകളെ ബോംബുകളും അതുപോലെ തന്നെ മാരകായുധങ്ങളും ഉപയോഗിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ ഈ നരബലിക്കെതിരെയുള്ള ഏറ്റവും സർഗാത്മകമായ പ്രതിരോധമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മൃഗബലി എന്ന് പറയുന്നത്. സ്വന്തം മകനെ അറുക്കുക എന്നതല്ല, ആ സമർപ്പണത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത്. രണ്ടാമത്തെ നമുക്കറിയാം, മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന സമ്പൂർണ്ണ സമർപ്പിതമായ കുടുംബമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റക്കായിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും മകൻ അതുപോലെ പത്നി ഹാഗർ, ഇവർ മൂന്നുപേരും യഥാർത്ഥത്തിൽ ഈ സമർപ്പണത്തിൽ ഒരുമിച്ച് ചേർന്ന ചരിത്രം നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ എല്ലാ പ്രധാനപ്പെട്ട കർമ്മങ്ങളും അതുപോലെ തന്നെ പ്രദേശങ്ങളുമെല്ലാം ഈ കുടുംബത്തെയാണ് നമ്മൾ സ്മരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ മാത്രമല്ല, ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും കർമ്മങ്ങളുടെ കൂടെ നമ്മൾ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ഹാജറ എന്ന് പറയുന്ന അവിടുത്തെ പത്നിയുടെ അസാമാന്യമായ ത്യാഗമാണ്. ഹാജിമാർ ചെയ്യുന്ന ഉംറയും ഹജ്ജും ചെയ്യുന്ന ആളുകൾ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ സഴി എന്ന് പറയുന്നത്. സഴിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിന് വെള്ളം അന്വേഷിച്ചുകൊണ്ട് ദീർഘനേരം 2 മലകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തേതുപോലെയല്ല. സഫ അതുപോലെ മർവ, ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ലാഹ്. ആ 2 മലകൾക്കിടയിലൂടെ ഓടി എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ആദിയോടുകൂടി ഓടുന്ന ഉമ്മയുടെ ഒരു മനസ്സുണ്ട്. ആ മനസ്സാണ് സഴീന്റെ കാതൽ എന്ന് പറയുന്നത്. അവസാനം തൻ്റെ മകന് ഇനി വെള്ളം കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്നാലോചിച്ച് മർവയുടെ ഭാഗത്ത് അങ്ങനെ ഈ ഹാജർ ഇരിക്കുകയാണ്. തൻ്റെ കുഞ്ഞിനെ കഅബയുടെ അടുത്ത് നിർത്തിയിട്ടാണ് അവർ വരുന്നത്. ഹിജ്റ ഇസ്മായിൽ ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത ആളുകൾക്കൊക്കെ അതറിയാം. അവിടേക്ക് നോക്കിയിട്ട് അവർ പറയുന്നുണ്ട്, എൻ്റെ മകനിനി വെള്ളം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. പടച്ച റബ്ബേ, എൻ്റെ മകനെ സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ മകനെ ഏൽപ്പിക്കുകയാണ്. അത്ഭുതമെന്ന് പറയുന്ന ഒരുപാട് പ്രവർത്തികൾ അവിടെ നടക്കുകയാണ്. ഇസ്മായിലിനും ഹാജറക്കും മാത്രമല്ല, ലോകം മുഴുവൻ കുടിച്ചു വറ്റിച്ചാലും തീരാത്ത ജലത്തിന്റെ മഹാപ്രവാഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുകയാണ്. ലോക മുസ്ലിം അവൻ അവസാനം വരെ ഓർക്കേണ്ടത് ഈ കുടുംബത്തെയാണ്. ആദർശമാർഗത്തിൽ കുടുംബസമേതം സമർപ്പിതരായ ഈ കുടുംബത്തെയല്ലാതെ ലോക മുസ്ലിം ആരെയാണ് സ്മരിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവും ദൈവമാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറായ സന്നദ്ധരായ ആളുകളായി മാറണമെന്നാണ് മില്ലത്ത് ഇബ്രാഹിം പറയുന്നത്. മൂന്നാമത്തത്, ഏത് പ്രതിസന്ധികൾ വന്നാലും സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവുക എന്ന് പറയുന്നത്. സത്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പിടിച്ചുകെട്ടി ഒരു തൂണിൽ ബന്ധിച്ച് അദ്ദേഹത്തെ കരിച്ചു കളയാൻ വലിയ അഗ്നികുണ്ടാരം ഇങ്ങനെ തയ്യാറാക്കി നിർത്തുകയാണ്. ആ അഗ്നികുണ്ടാരത്തെക്കുറിച്ച് ചരിത്രം വിവരിക്കുന്നത്, ആ പക്ഷികൾ അതിൻ്റെ മുകളിലൂടെ പറന്നുപോയാൽ പോലും കരിഞ്ഞു വീഴുന്ന അത്രയും വലിയ ആളിപ്പടരുന്ന അഗ്നികുണ്ടാരമായിരുന്നുവെന്നാണ്. ആ അഗ്നികുണ്ടാരത്തിലേക്ക് വലിയൊരു തെറ്റാലി ഉപയോഗിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എറിഞ്ഞു വീഴ്ത്തുകയാണ്. ആ വീഴ്ത്തുന്ന സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്, ഹസ്ബി അല്ലാഹ് വനിഅമൽ മൗല വനിഅമൻ നസീർ. എനിക്ക് അല്ലാഹ് മതി. സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ച ഒരു വിശ്വാസിനിക്ക് ഏറ്റവും വലിയ അവലംബം ഹസ്ബി അല്ലാഹ് എന്ന മുദ്രാവാക്യമാണ്. ഖന്തക്കിന്റെ സമയത്ത് എല്ലാ വിഭാഗവും പുറത്തുനിന്നും ഉള്ളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായപ്പോ പ്രവാചകന്റെ കൂടെ അടിയുറച്ചു നിന്ന, സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന സഹാബികളോട് ദുർബലരായ മനുഷ്യർ പറഞ്ഞു, നിങ്ങളിനി എന്തു ചെയ്യും? അതുപോലെ മദീനയുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ അവരില്ലാതെയാക്കി കളയും. നിങ്ങളുടെ എണ്ണം അപേക്ഷിച്ച്
അവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബുനല്ലാഹ് വനിഅമൽ മൗല വനിഅമൻ നസീർ, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്നാണ് അവർ പറഞ്ഞത്. അല്ലാഹുവിനെ മാത്രം മതിയാക്കി തവക്കുൽ ചെയ്ത് സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ ആ സമൂഹത്തെ, ആ വ്യക്തിയെ, ആ ജനതയെ, ആ സമുദായത്തെ സഹായിക്കേണ്ട ബാധ്യത അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം 40 ദിവസമാണ് അഗ്നികുണ്ഡാരത്തിൽ എരിഞ്ഞതെന്നാണ് ചരിത്രം പറയുന്നത്. 41ാമത്തെ ദിവസം ആ അഗ്നിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു വരികയാണ്. സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറായ ആളുകളെ പടച്ച റബ്ബ് എങ്ങനെ സഹായിക്കുമെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇബ്രാഹിമി ചരിത്രം എന്ന് പറയുന്നത്. 4ാമത്തത് പ്രിയപ്പെട്ടവരെ, ദുർബലരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതാണ്. ബലി എന്ന് പറയുന്നത് നമുക്കറിയാം, ബലിയുടെ മാംസം പാവപ്പെട്ടവരിലേക്കും അതിന്റെ പ്രതിഫലം വിശ്വാസികളിലേക്കും എത്തുക എന്നതാണ് ബലിയുടെ പൊരുൾ എന്ന് പറയുന്നത്. ഒരിക്കലും മാംസമോ അതുപോലെ അതിന്റെ രക്തമോ അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ദുർബലരെ എങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുമോ അങ്ങനെ ചേർത്ത് പിടിക്കുക എന്ന മെസ്സേജാണ് ഈദുൽ ഫിത്തറും ഈദുൽ അൽഹായും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുർബലരായ ധാരാളം മനുഷ്യരുണ്ട്. കഴിഞ്ഞ ദിവസം പെരുന്നാളിന്റെ അന്ന് ലെബനാനിൽ ഇസ്രായേൽ ബോംബ് വർഷിച്ചിരിക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ ബോംബ് വർഷിച്ചിരിക്കുകയാണ്. എല്ലാ വറുതികൾക്കിടയിലൂടെയും ഇതിനെ വളരെ ഭംഗിയായി സുന്ദരമായി ആഘോഷിക്കുന്ന ഗസയിലെ ചെറുബാല്യത്തിന്റെ നേരെ ബോംബ് വർഷിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു ചട്ടമ്പി രാഷ്ട്രം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സമാധാനത്തിന്റെ വിപരീതമാണ്. സമാധാനം എന്ന് എഴുതിയാൽ അതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ പദമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിനെ പിന്താങ്ങുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. ലോക സമാധാനത്തിന് ഈ 2 രാജ്യങ്ങളും ഏറ്റവും വലിയ ഭീഷണിയാണ്. അങ്ങനെ അനേകം മനുഷ്യരെ ദുർബലരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പെരുന്നാളിലാണ് ഇറാഖിലേക്കുള്ള കടന്നുകയറ്റം ശക്തമാക്കിയത് അമേരിക്ക. 17 ലക്ഷം മനുഷ്യരെയാണ് ഇറാഖിൽ അമേരിക്ക കൊന്നൊടുക്കിയത്. അതിൽ അബ്ബാസ് അലിയെ പോലെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഫലസ്തീനിൽ 26,000-ഓളം കുഞ്ഞുങ്ങളെ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയിട്ടുള്ളത്. ശരാശരി ഒരു ദിവസം 3 പേരെങ്കിലും കൊല്ലുക എന്ന് പറയുന്നതാണ് ഇസ്രായേലിന്റെ കൊലയുടെ ഒരു ശരാശരി കണക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്ത് ദുർബലരാക്കപ്പെടുന്ന മനുഷ്യരുണ്ട്. ഹുങ്കിന്റെയും അധികാരത്തിന്റെയും ശക്തിയുടെയും ഫലത്തിൽ ദുർബലരാക്കപ്പെട്ട മനുഷ്യർ, നിയമങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയങ്ങളുടെയും പേരിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ. ഇന്നലെ ട്രെയിനിൽ 2 ദിവസം മുമ്പ് യാത്ര പോയ ഒരു കുട്ടിയെ നമുക്കറിയാം. ആ കുട്ടിയുടെ പേര് ചോദിക്കുന്നു, അവനെ മർദ്ദിക്കുന്നു. അവൻ ഉപ്പക്ക് മെസ്സേജ് അയക്കുകയാണ്, എന്നെ അകാരണമായി ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയാണ്, തിരിച്ചു വരാൻ കഴിയില്ല ഉപ്പ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാണ്. ആ കുട്ടിയെ ഞാനിത് പറയുന്നത് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഹാഫിൽ ജുനൈദ് ഇതുപോലുള്ള ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ സ്വന്തം ഉമ്മാക്ക് വസ്ത്രം വാങ്ങാൻ ഡൽഹിയിലെ അപ്പുറത്തുള്ള ഒരു മാർക്കറ്റിൽ പോയി പെരുന്നാൾ വസ്ത്രം വാങ്ങാൻ പോയ ഹാഫിൽ ജുനൈദ് എന്ന് പറയുന്ന കൗമാരക്കാരൻ തിരിച്ചു വരുന്നത് താടിരോമങ്ങൾ പോലും പിഴുതെറുക്കപ്പെട്ട അവസ്ഥയിൽ ഡെഡ് ബോഡി ആയിട്ടാണ് ഉമ്മയുടെ മുന്നിലേക്ക് തിരിച്ചെത്തുന്നത്. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇന്നും ഇന്നലെയുമായി ഈ സംഘർഷങ്ങൾ എന്ന പേരിൽ വിശ്വാസി സമൂഹത്തിന്റെ ആരാധനകൾക്കെതിരെ, വിശ്വാസി സമൂഹത്തിന്റെ പെരുന്നാൾ ആഘോഷങ്ങൾക്കെതിരെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ചെറുതും വലുതുമായ ധാരാളം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ രാജ്യത്തും വിശ്വാസത്തിന്റെ പേരിൽ ആളുകൾ ദുർബലരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ജാതിയുടെ പേരിൽ ദുർബലരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യരെ ചേർത്തു പിടിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രതിനിധാനം ചെയ്യുന്ന ആശയവും ആദർശവും ദുർബലരെ ചേർത്തു പിടിക്കാൻ പഠിപ്പിക്കുന്നു. ദുർബലരെ കൂടി ഉൾക്കൊള്ളുന്ന ആഘോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ബൈമില്ലത്ത് ഇബ്രാഹിമിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നിർഭയത്വത്തിനും സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊള്ളുക എന്നതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പോലും അങ്ങനെയായിരുന്നല്ലോ. റബ്ബിജാൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബനി വബനി അൻ നഅ്ബുദൽ അസ്നാം. ഈ നാടിനെ നിർഭയമായ നാടാക്കണമെന്നാണ്
ഇബ്രാഹിം അലൈഹിസ്സലാം പ്രസ്താവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാം നിർഭയമായൊരു നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ നിർഭയത്വമുള്ള നാടിനു വേണ്ടി നമ്മളും നിലകൊള്ളുക എന്ന്, സമാധാനവും സാഹോദര്യത്തിന്റെയും പ്രചാരകരാവുക എന്നത് ഈദിന്റെ സന്ദർഭത്തിൽ ഈദ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ ഈദ് ആഘോഷിക്കാത്ത അനേകം സഹോദര സമുദായങ്ങളുണ്ട്. അവരെ നമ്മൾ ആഘോഷങ്ങളിൽ പങ്കാളികളാക്കുക, സൗഹൃദ സംഗമങ്ങൾ നടത്തുക, സാഹോദര്യ സംഗമങ്ങൾ നടത്തുക. അങ്ങനെ സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും കാവലാളാവുക, സമാധാനത്തിനു വേണ്ടി ശബ്ദിക്കുക, നിർഭയത്വത്തിനു വേണ്ടി ഉറച്ച ബോധ്യത്തോടുകൂടി ലോകത്ത് നിലകൊള്ളുക എന്നത് നമുക്ക് എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ്. കാരണം പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രതിനിധാനം ചെയ്ത മില്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിർഭയത്വത്തിനു വേണ്ടി നിലകൊള്ളുക എന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഅബ നിർമ്മാണവുമായി, കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം യാത്ര തുടങ്ങിയത് ഫലസ്തീനിൽ നിന്നാണ്, മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ്. മസ്ജിദുൽ അഖ്സ അന്ന് അവിടെ നിർമ്മിച്ചിട്ടില്ല. പക്ഷെ ആ സ്ഥലത്തു നിന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിലേക്ക് പോകുന്നത്. പക്ഷേ മക്ക ഏറ്റവും നിർഭയമായ ഒരു സ്ഥലമായി വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഹദ്റത്ത് സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല വിശുദ്ധ ഖുദ്സ് മോചിപ്പിച്ചതിന് ശേഷം ഖാദിമുൽ ഹറമൈൻ എന്ന പേര് ചരിത്രത്തിൽ സ്വീകരിച്ച ഭരണാധികാരിയാണ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി. ആ ഖുദ്സിനെ ഹറമായി പ്രഖ്യാപിക്കുകയാണ്. ആ വിശുദ്ധ ഖുദ്സിന്റെ മോചനം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം രണ്ട് ഹറമുകളുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, മറ്റൊന്ന് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മസ്ജിദുൽ അഖ്സയാണ്. ഇന്ന് ഒരു ഗേഹം നിർഭയത്വത്തിലും മറ്റൊരു ഗേഹം അരക്ഷിതാവസ്ഥയിലുമാണ്. നിങ്ങൾക്ക് 2 റക്അത്ത് അവിടെ നമസ്കരിക്കണമെങ്കിൽ ഇസ്രായേലിന്റെ ജൂത പട്ടാളത്തിന്റെ സൈനികരുടെ പെർമിഷൻ ആവശ്യമുള്ള കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം നിർഭയത്വത്തിനു വേണ്ടി ലോകത്ത് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഇബ്രാഹിമി മില്ലത്തിന്റെ അടയാളങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും അവിടുത്തെ സന്താന പരമ്പരകളുടെയും പ്രബോധന കേന്ദ്രമായ പരിശുദ്ധ ഖുദ്സ് ഇന്ന് ജൂത സൈനിസ്റ്റുകളുടെ കയ്യിലാണ്. ആ പരിശുദ്ധ ഖുദ്സിന്റെ മോചനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് കിനാവ് കാണാൻ കഴിയുക. വിശുദ്ധ ഖുദ്സിന് വേണ്ടി നടത്തുന്ന എല്ലാ പോരാട്ടത്തെയും പിന്തുണക്കൽ മില്ലത്ത് ഇബ്രാഹിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മില്ലത്ത് ഇബ്രാഹിമിനു വേണ്ടി നിങ്ങൾ നിലകൊണ്ടാൽ ഖുദ്സിന്റെ മോചനത്തിനു വേണ്ടി നടക്കുന്ന ലോകത്തെ എല്ലാ ശ്രമങ്ങളും, എല്ലാ ഐക്യദാർഢ്യങ്ങളെയും, എല്ലാ പോരാട്ടങ്ങളെയും, എല്ലാ ചെറുത്തുനിൽപ്പുകളെയും നമ്മൾ അവരോട് ഐക്യദാർഢ്യപ്പെടുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടത് നമുക്ക് നിർബന്ധമാണ്. കാരണം മില്ലത്ത് ഇബ്രാഹിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിലകൊള്ളുന്ന രാജ്യമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ദൗർഭാഗ്യവശാൽ ഖുദ്സിന്റെ നിർഭയത്വവും ഫലസ്തീന്റെ നിർഭയത്വവും ഹനിക്കപ്പെട്ട സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം മനുഷ്യർ അതിനുവേണ്ടി രക്തസാക്ഷികളായി, അനേകം കുട്ടികൾ അതിനുവേണ്ടി ബലിയാടുകളായി. യഥാർത്ഥത്തിൽ ഖുദ്സിന് നൽകപ്പെട്ട ബലി എന്ന് പറയുന്നത് 1,00,000-ലധികം മനുഷ്യജീവനുകളാണ്. ആ മനുഷ്യജീവനുകൾ സാക്ഷി വിശുദ്ധ ഖുദ്സിൽ നിർഭയമായി ഈ ഉമ്മത്ത് സുജൂദ് ചെയ്യുന്ന കാലം വിദൂരമല്ല. പക്ഷെ അതിനുവേണ്ടിയുള്ള പരിശ്രമവും പ്രാർത്ഥനയും നമ്മൾ നിർവഹിക്കേണ്ടത് മില്ലത്ത് ഇബ്രാഹിമിന്റെ സ്മരണകൾ അയവിറക്കുന്ന ഈ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി അവരോട് കൂടെ ചേർന്ന് നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അനേകം മനുഷ്യർ ഖംസത്തു ആലാഫിൻ ഫി ആലമിൽ ബർസഖ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. 5000 ദിവസങ്ങൾ ആ ഖബറിലെ ബർസഖിലെ ജീവിതം എന്ന പേരാണ്. പക്ഷെ ജയിലിലെ ജീവിതത്തെ കുറിച്ചുള്ള സ്മരണയാണ്. ആ സ്മരണയിൽ 5000 ദിവസം ജയിലിൽ കടന്ന ആ ഒരു പോരാളി അദ്ദേഹത്തിന്റെ സ്മരണകൾ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എത്ര ക്രൂരമായ പീഡനങ്ങളാണ് ഓരോ തടവുകാരനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ക്രൂരമായ ബഹിഷ്കരണങ്ങളും മർദ്ദനങ്ങളുമാണ് ഒരു ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജനത അനുഭവിക്കുന്ന ബഹിഷ്കരണങ്ങളുടെയും പീഡനങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ രക്തസാക്ഷിത്വത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ടായി ഖുദ്സിന്റെ മോചനം ഉണ്ടാവും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും മില്ലത്ത് ഇബ്രാഹിമിന്റെ പ്രതിനിധാനം നിർവഹിച്ച്
ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന വിശ്വാസികൾക്ക് നിർബന്ധമാണ് ആ ജനതയെ ഉപാധികളില്ലാതെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്. ലോകത്തെ നിർഭയത്വത്തിനും സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊള്ളൽ നമുക്ക് ബാധ്യതയായതുപോലെ കൂടുതൽ കൂടുതൽ ദുർബലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ ഓർക്കാതെ നമുക്ക് ഈ പെരുന്നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഈ പെരുന്നാൾ സമ്പൂർണമായി ആഘോഷിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പെരുന്നാളിന്റെ പ്രാർത്ഥനകളിൽ, പെരുന്നാളിന്റെ ഓർമ്മകളിൽ അവരെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുക. ലോകത്തെ മുഴുവൻ വിശ്വാസി സമൂഹത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാന്മാര് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഖുദ്സിനെ ചേർത്ത് വെച്ച സന്ദർഭം അറിയാം. അതുകൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹു എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, ഉമറെ നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചാൽ ഞാൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ ഭൂമി നിറയെ അബൂ ഉബൈദമാരെ ഉണ്ടാക്കണമെന്ന് ഞാൻ അള്ളാഹുവിനോട് പറയും. വേറെ ഒരു ആവശ്യവും ഖത്താബിന്റെ മകനില്ല എന്നാണ്. അതൊരു സങ്കല്പമാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെടുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അത്ര ക്വാളിറ്റിയുള്ള മനുഷ്യന്മാർ ലോകത്ത് ഉണ്ടായിരുന്ന ആ പ്രഗത്ഭരായ മനുഷ്യന്മാർ, മുആദ് ഇബ്നു ജബൽ, അതുപോലെ ബിലാൽ ഇബ്നു റബാഹ്, അബൂ ഉബൈദത്തുൽ ജറാഹ്, ഈ മനുഷ്യരെ കുറിച്ച് അള്ളാഹുവിനോട് വീണ്ടും ഞാൻ ചോദിക്കും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷേ ഇന്ന് ഇതുപോലെ യോഗ്യതയുള്ള മനുഷ്യർ, ഉമർ അൽ ഖത്താബ് അന്ന് ആവശ്യപ്പെട്ടതുപോലെയുള്ള ആ യോഗ്യതയുള്ള മനുഷ്യർ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങളുടെ ഉത്തരം ചെന്നെത്തുന്ന പ്രദേശമാണ് ഗസ്സ ഹാഷിം എന്ന് പറയുന്ന ഫലസ്തീനിലെ ഈ പോരാട്ട പ്രദേശം എന്ന് പറയുന്നത്. എല്ലാവരും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന സമർപ്പണത്തിന്റെ കഥകളാണ്. ഇബ്രാഹിമി ഇസ്മായിലിന്റെ സമർപ്പണത്തിന്റെ നേർസാക്ഷ്യം വീക്ഷിക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണ് ഗസയുടെ ചരിത്രം എന്ന് പറയുന്നത്. ലോകത്ത് തുല്യതയില്ലാത്ത സമർപ്പണത്തിന് വഴിയൊരുക്കിയ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം ലോകത്തിന് അവർ പകർന്നു നൽകുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം എന്തൊക്കെയാണോ ലോകത്തിന് പകർന്നു നൽകുന്നത്, ആ ചരിത്രങ്ങളൊന്നും കുറവ് വരുത്താതെ സമർപ്പണത്തിന്റെയും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന്റെയും നിർഭയത്വത്തിന്റെയും പാഠങ്ങൾ ഒന്നാകെ പകർന്നു നൽകുന്ന ഒരു സർവകലാശാലയാണ് ഗസ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹറമിന്റെ നിർഭയത്വത്തിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രവർത്തന കേന്ദ്രമായ ഒരു ഹറം ഇന്ന് അരക്ഷിതാവസ്ഥയിലും അതുപോലെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പെരുന്നാളിന് അവിടുത്തെ ഇമാമ് നടത്തിയ ഖുതുബ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി തകർക്കാൻ ബാക്കിയുള്ളത് ഈ സ്ട്രക്ചർ മാത്രമാണ്. മസ്ജിദുൽ അഖ്സ ഏത് നിമിഷവും ഈ തകർക്കും. അടുത്ത പെരുന്നാളിന് നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഈ മസ്ജിദുൽ അഖ്സയിൽ ഞാൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ ഉണ്ടാകുമോ എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഓരോ വിശ്വാസികളോടുമുള്ള ചോദ്യമാണ്. നമ്മുടെ വിശ്വാസത്തിന് നേരെയുള്ള ചോദ്യമാണ് മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പോരാട്ടത്തെ നിലനിർത്തുവാനും ആ പോരാട്ടികൾക്ക് നിശ്ചയദാർഢ്യത്തോടുകൂടി ചെറുത്തു നിൽക്കാനുമുള്ള ശേഷിക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പോരാളികൾക്ക് ഇസ്സത്തും ഇസ്തിഖാമത്തും സബറും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികളായതിന്റെ പേരിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും അതുപോലെ തന്നെ മറ്റു പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൺകുളിർമയുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലാഹുവേ നീ ആഘോഷിക്കാൻ പറഞ്ഞതനുസരിച്ച് ആഘോഷത്തിലേക്ക് വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ ആഘോഷത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റാത്ത അനേകം ആളുകൾ ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് നീ ഏറ്റവും നല്ല ആഘോഷവും ഏറ്റവും നല്ല ഇസ്സത്തും തിരിച്ചു നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാർ, സഹോദരിമാർ, അവർക്ക് നീ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മാറാവ്യാധി രോഗങ്ങൾ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിലേക്ക് യാത്ര വന്ന ആളുകൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദര സഹോദരിമാർ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർ ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലമത്രയും നിന്റെ സംരക്ഷണത്തിലും കാവലിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഇടപാടുകളിൽ, ഭക്ഷണത്തിൽ
വസ്ത്രത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാം നീ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഉമ്മത്തിന് ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മില്ലത്ത് ഇബ്രാഹിമിനെ പ്രതിനിധീകരിച്ച് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുധാവനം ചെയ്ത് ജീവിക്കാനുള്ള നിശ്ചയദാർഢ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار لا تجعلنا من حطب النار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وغلبة الدين وقهر الرجال. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أبرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا على القوم الكافرين وانصرنا على القوم الظالمين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم انصر إخواننا المجاهدين في غزة. اللهم انصرهم نصرا عزيزا. اللهم انصرهم نصرا كاملا. اللهم عجل بنصرهم يا قوي يا قهار. اللهم يا منقذ موسى من فرعون ويا منقذ يونس من بطن الحوت. اللهم انقذ بلاد المسلمين من أيدي اليهود المعتدين. اللهم انقذ بلاد المسلمين من أيدي اليهود الظالمين. اللهم احفظ المسجد الأقصى من أيدي اليهود المعتدين. اللهم احفظ المسجد الأقصى من أيدي اليهود الظالمين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم وخرب ديارهم وانقص عددهم يا حي يا قيوم يا ذا الجلال والإكرام. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين.